നമസ്കാരം, ധനു സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ വരുന്നത് 166/2023 ആണ്. 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം, കുറച്ചുകൂടി കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ്. LGSൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണത്. പക്ഷെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നോക്കാം, ഇതിനകത്ത് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. ക്വസ്റ്റ്യൻസ് പറയുന്നു, ആൻസർ ചെയ്ത് നോക്കുക, എത്ര സ്കോർ കിട്ടും നോക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായി തിരഞ്ഞെടുക്കുക. ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISR ആണ് നിർമ്മിച്ചത്. ഓപ്ഷൻ എയും സിയും ശരിയാണ്, ബിയും സിയും ശരിയാണ്, എയും ബിയും സിയും ശരിയാണ്, എ മാത്രം ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, എയും ബിയും സിയും ശരിയാണ്. നെക്സ്റ്റ് വൺ, മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകൻ. ഓപ്ഷൻ എ റോബിൻ ലീ, ഓപ്ഷൻ ബി ഇവാൻ, റിച്ചാർഡ് സോക്കർ, കെയ്ഡ് മെറ്റ്സ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ഇവാൻ. ഈ സമയം കൊണ്ട് നിങ്ങൾ ഓപ്ഷൻസ് ആൻസർ വരുന്നത് എഴുതി പോകാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. എ, GST എന്നതിൻ്റെ പൂർണ്ണരൂപം ഗുഡ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. 2017 ജൂലൈ 1-നാണ് ഈ നിയമം നിലവിൽ വന്നത്. ഇതൊരു പ്രത്യക്ഷ നികുതിയാണ്. ഓപ്ഷൻ എയും ഡിയും ശരിയാണ്. ഓപ്ഷൻ ബി, ബിയും സിയും ശരിയാണ്. ഓപ്ഷൻ സി, എയും സിയും ശരിയാണ്. ഓപ്ഷൻ ഡി, ബിയും ഡിയും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, എയും സിയും ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. സൂചനകൾ: നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഓപ്ഷൻ എ അന്ത്യോദയ അന്ന യോജന. ഓപ്ഷൻ ബി അന്നപൂർണ. ഓപ്ഷൻ സി സുമിത്ര പദ്ധതി. സ്വമിത്വ പദ്ധതി. ഓപ്ഷൻ ഡി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയുടെ കായിക മേഖലയെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഹോക്കി എ ഭാഗം, ഹോക്കി PT ഉഷ, മുംബൈ ഇന്ത്യൻസ്, വിശ്വനാഥൻ ആനന്ദ്. സെക്കൻഡ് ഭാഗം, പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ്, ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി. നേരെ ഉള്ളതാണ്. മുംബൈ ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനം. വിശ്വനാഥൻ ആനന്ദ് CUKയുടെ പ്രഥമ മോണിറ്ററിംഗ് ഡോക്ടറേറ്റ്. ഇതിനകത്ത് ചേരുമ്പടി ശരിയായ രീതിയിൽ എയും ബിയും, സെക്ഷൻ എയും ബിയും ശരിയായ രീതിയിൽ ചേർക്കുക എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത ആൻസർ വന്നേക്കുന്നത്, കറക്റ്റ് ആൻസർ നമ്മുടേത് ഓപ്ഷൻ എ ആണ്. അതായത് ഹോക്കി എന്ന് പറയുന്നത് മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനം. അതൊന്ന് മാത്രം ഒന്ന് പറയാം. PT ഉഷ CUKയുടെ പ്രഥമ മോണിറ്ററി ഡോക്ടറേറ്റ് ആണ്. പിന്നെ മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്നത് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ആണ്. വിശ്വനാഥൻ ആനന്ദ് എന്ന് പറയുന്നത് ലോക ചെസ് ചാമ്പ്യൻസ് പട്ടം നേടി എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വേണോട് നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാമാണ്? നേരെയുള്ളതെന്ന് വായിക്കാം. നിത്യചൈതന്യേതി കരിഞ്ചന്ത, പന്തിഭോജനം സഹോദരൻ അയ്യപ്പൻ, കുമാരനാശാൻ, ദുരവസ്ഥ, വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം. തെറ്റായ ജോഡി ഏതാണ്? ഇതിൽ ഓപ്ഷൻ എയിൽ എയും ബിയും തെറ്റാണ്, സിയും ഡിയും തെറ്റാണ്, എയും ഡിയും തെറ്റാണ്, ബിയും സിയും തെറ്റാണ്. നമ്മുടെ ആൻസർ എടുത്ത് എന്താണ് വരിക? ഓപ്ഷൻ എ ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ്, എയും ബിയും തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കരിമ്പന പട്ടകളിൽ കാറ്റുപിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു. അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻസ്: ആടുജീവിതം, ഖസാക്കിൻ്റെ ഇതിഹാസം, മതിലുകൾ, രണ്ടാം ഊഴം. ആൻസർ
ഓപ്ഷൻ ബി ആണ് ഖസാക്കിൻ്റെ ഇതിഹാസം. നെക്സ്റ്റ് വൺ, ചേരുംപടി ചേർക്കുക, കളിയും കലാകാരന്മാരും. അടൂർ ഗോപാലകൃഷ്ണൻ, JC ഡാനിയൽ, റസൂൽ പൂക്കുട്ടി, തോപ്പിൽ ഫാസി ഫസ്റ്റ് സെക്ഷനിൽ. നെക്സ്റ്റിൽ ഓസ്കാർ നേടിയ ആദ്യ മലയാളി, കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്, മലയാള സിനിമയുടെ പിതാവ്, ദേശീയ അവാർഡുകൾ, സംവിധായകൻ, മികച്ച സംവിധായകൻ. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ A, B, C, D ഉണ്ട് ഇവിടെ അല്ലേ. അതിൽ നമ്മുടെ ആൻസർ ഇവിടുത്തെ എന്താണ്? ആൻസർ ഓപ്ഷൻ B ആണ് അല്ലേ. അതായത് അടൂർ ഗോപാലകൃഷ്ണൻ നമുക്ക് ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകൻ വരുന്നു. നെക്സ്റ്റ് JC ഡാനിയൽ എന്ന് പറയുന്നത് ആരാണ്? മലയാള സിനിമയുടെ പിതാവ് അല്ലേ. റസൂൽ പൂക്കുട്ടി ഓസ്കർ നേടിയ ആദ്യ മലയാളി. പിന്നെ തോപ്പിൽ ഫാസി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് അല്ലേ. ഇത്ര അറിയാം. ഇനി നോക്കുക, ഇവിടെ ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലേ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ 8 വരെ വന്നത് ഇതുപോലെ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. ആദ്യമായി സൈഡിൽ എന്ത് ചെയ്യും, ഇത് കാണുമ്പോൾ തന്നെ വണ്ടടിച്ച് നമ്മുടെ കിളി പോകുന്ന രീതിയിലാണ് വരിക അല്ലേ. സോ നമുക്ക് അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗം എന്താണ്? ഈ 8 ഫസ്റ്റ് കാണുമ്പോൾ 8 ക്വസ്റ്റ്യൻസ് അത് ഒന്ന് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് നെക്സ്റ്റ് സിമ്പിളായി കാണുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇനി വരുന്നുണ്ട് ഇവിടെ അല്ലേ. ഈ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് എന്ത് ചെയ്യണം, ആൻസർ ചെയ്ത് പോകണം. അത് കഴിഞ്ഞ ശേഷം ഒരു ഒത്തിരി പോകണ്ട, അത് കഴിഞ്ഞ ശേഷം എന്താണ്, ഒന്ന് ക്ലിക്കാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഫസ്റ്റിലേക്ക് വന്നിട്ട് നമുക്ക് നമ്മുടെ രീതിയിലേക്ക് പോകാം. അപ്പോൾ നമുക്കൊന്ന് ഇതാവും, നമ്മളൊന്ന് റൂട്ടിലാവും അല്ലേ, വേ ഓഫ് റൂട്ടിലാവും എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സൈക്കോളജിക്കൽ മെത്തേഡാണ്. ഓക്കെ, ഇതൊക്കെ ഈ പ്രസ്താവന ആദ്യം ചെയ്ത് നമുക്ക് വണ്ടടിക്കേണ്ട അവസ്ഥ ഒഴിവാക്കാം. ഒരു നല്ല കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 മാർച്ച് 30 രണ്ടാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ്? നമ്മുടെ ആൻസർ കുമളി, തിരുവനന്തപുരം, കുമരകം, മൂന്നാർ. നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ C കുമരകം. ഓപ്ഷൻ C കുമരകം. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ സംസ്കാര ചരിത്രവും ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. കർണാടകയുടെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. ഇന്ത്യയിൽ ഇന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അജന്ത, എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. ചരിത്രത്തെ വർത്തമാനകാലവും ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ഇനി സൂചകങ്ങൾ നോക്കാം. ഓപ്ഷൻ A ആണ്. Aയും Bയും ശരിയാണ്. B Aയും Cയും ശരിയാണ്. C Bയും Dയും ശരിയാണ്. C D Cയും Dയും ശരിയാണ്. ഇവിടെ നമ്മുടെ ആൻസർ എന്താ വരിക? പത്താമത്തേത് ഓപ്ഷൻ D ആണ് ആൻസർ. Cയും Dയും ശരിയാണ്. നെക്സ്റ്റ് വൺ, ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? മിനിക്കോയ്, അമിനി ദ്വീപ്, കണ്ണൂർ ദ്വീപ്, ആൻഡമാൻ ദ്വീപ്. നമ്മുടെ ആൻസർ അല്ലേ. ഏറ്റവും വലിയ ദ്വീപ് ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലേ, ആൻസർ ഇല്ല. നെക്സ്റ്റ് വൺ, ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇതിനും എന്തില്ല, നമ്മുടെ ആൻസർ ഇല്ല അല്ലേ ഇതിനകത്ത്. നെക്സ്റ്റ് വൺ, അപ്പോൾ ഇവിടെ നീലഗിരി എന്ന് പറഞ്ഞ ആരാണ്? 12ാമത്തെ ക്വസ്റ്റ്യൻ നീലഗിരി എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ നോക്കാം. അത് ആരാണ്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലമാണെന്ത്? നീലഗിരി അല്ലേ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലമാണെന്ത്? നീലഗിരി ഒരെണ്ണം. പിന്നെ ദോഡാബെട്ട ആരാണ്? ഈ നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം അല്ല, ദോഡാബെട്ട തമിഴ്നാട്ടിലാണ്. 2 പോയിന്റ് അവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, മൊളാസിസ് ബേസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മൊളാസിസ് ബേസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാട്, കർണാടകം, മിസോറാം, ആസാം. ഓപ്ഷൻ A തമിഴ്നാട്, ഓപ്ഷൻ B കർണാടകം, ഓപ്ഷൻ C മിസോറാം, ഓപ്ഷൻ D ആസാം അല്ലേ. നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ C മിസോറാം. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലെടുക്ക് ഏതാണ്? ഓപ്ഷൻ A സിലോൺ കടലെടുക്ക്, മാന്നാർ കടലെടുക്ക്, അറബി കടലെടുക്ക്, പാക് കടലെടുക്ക്. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ D പാക് കടലെടുക്ക്. ഓപ്ഷൻ D. റൂർക്കല ഉരുക്കു നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടു കൂടിയാണ്? ഓപ്ഷൻ A റഷ്യ, ബ്രിട്ടൻ, ഭൂട്ടാൻ, ജർമ്മനി. നമ്മുടെ ആൻസർ
ഓപ്ഷൻ ഡി ജർമ്മനി. പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം. ഓപ്ഷൻ എ കടുക്, കടുകല്ല കുടക്. ഓപ്ഷൻ ബി നെല്ലിയാമ്പതി, നീലഗിരി, പളനി. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി നീലഗിരി. തൊട്ട് മുന്നേ പറഞ്ഞു പോയതല്ലേ. നെക്സ്റ്റ് വൺ, ദേശീയപാത 1 NH1 ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ. ഡൽഹി ആഗ്ര, ഡൽഹി അമൃത്സർ. ഇത് റീഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇല്ലേ. ഈ NH1 അങ്ങനെയല്ല വരുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ജാംനഗർ, ഓപ്ഷൻ ബി കൊയിലി, ബറൗനി, മംഗലാപുരം. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണോ? ഓപ്ഷൻ എ ജാംനഗർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ജാംനഗർ. ജാംനഗർ ആണ് ആൻസർ. ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല അതാണ് ജാംനഗർ. ആൻസർ ഇല്ലേ. പക്ഷെ ബറൂണിലുണ്ട് ഒരു എണ്ണ ശുദ്ധീകരണശാല ഇല്ലേ, ബറൂണിലുണ്ട്. അത് ബീഹാറിലാണ്. എന്നാൽ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഇത് തന്നെയാണ് ജാംനഗർ, ഗുജറാത്തിൽ തന്നെ അല്ലേ, ഗുജറാത്തിലാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ 1950, ഓപ്ഷൻ ബി 1951, ഓപ്ഷൻ സി 1955, ഓപ്ഷൻ ഡി 1957. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 1951. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. ആൻസർ ഓപ്ഷൻസ് എ കോഴിക്കോട്, ബി കൊല്ലം, സി കണ്ണൂർ, ഡി കാസർഗോഡ്. ആൻസർ ഓപ്ഷൻ സി കണ്ണൂർ. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് എ 44 ഭേദഗതി, ബി 103 ഭരണഘടനാ ഭേദഗതി, സി 97 ഭരണഘടനാ ഭേദഗതി, ഡി 4 ഭരണഘടനാ ഭേദഗതി. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 97 ഭരണഘടനാ ഭേദഗതി. 97 ഭരണഘടനാ ഭേദഗതിയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? എ ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്, ബി ദാമോദരൻ യാദവ് ചന്ദ്രചൂഡ്, സി ദാമോദരൻ സാംബെ ചന്ദ്രചൂഡ്, നെക്സ്റ്റ് ദിവാകർ യാദവ് ചന്ദ്രചൂഡ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക, ജയിൽ സന്ദർശനം. ഓപ്ഷൻ ബി. ഓപ്ഷൻ സി മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക. ഓപ്ഷൻ ഡി മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. നെക്സ്റ്റ് വൺ, വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്തുക. 1. ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. 2. വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. 3. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. 4. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനും ആവശ്യമെങ്കിൽ 10ൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. നമ്മുടെ ആൻസറിൽ ഓപ്ഷൻ എ 1, 2, 4 ഉണ്ട്, ബി 2, 3, 4 ഉണ്ട്, സി 1, 2, 3 ഉണ്ട് ശരി എന്നുള്ളത്, ഡി 1, 2, 3, 4 ശരിയായിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് എടുത്തത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഡി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അല്ലേ, ഇതിൽ എ പാലാട്ട് മോഹൻദാസ്, ബി വിൻസെന്റ് അമ്പോൾ, ഡി വിശ്വാസ് മേത്ത, ഡി CB മാത്യൂസ്. അല്ലേ, ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ സി ആണ് വരിക. അല്ലേ, ഓപ്ഷൻ സി ആണ് വരിക. നെക്സ്റ്റ് വൺ,
ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? നെക്സ്റ്റ്, ഓപ്ഷൻ എ ബ്രിട്ടൻ, ഓപ്ഷൻ ബി കാനഡ, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി റഷ്യ. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് ബ്രിട്ടൻ. നെക്സ്റ്റ്, ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്? ഓപ്ഷൻ എ 2009 ജനുവരി 1 ഓപ്ഷൻ ബി 2010 ഏപ്രിൽ 1, ഓപ്ഷൻ സി 2019 ഏപ്രിൽ 31, ഓപ്ഷൻ ഡി 2011 മെയ് 31. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, 2010 ഏപ്രിൽ 1. ഓപ്ഷൻ ബി ആണ്. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു, ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മോത്തിലാൽ നെഹ്റു. പ്രമേയം. നെക്സ്റ്റ് വൺ, കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്? ഓപ്ഷൻ എ 21 ദിവസം, ഓപ്ഷൻ ബി 14 ദിവസം, ഓപ്ഷൻ സി 3 മാസം, ഓപ്ഷൻ ഡി 6 മാസം. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, 3 മാസം മാത്രം. നെക്സ്റ്റ്, 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 80 ഓപ്ഷൻ എ ശുചിത്വ പരിപാലനം, ബി കെട്ടിട നിർമ്മാണം, സി വായു മലിനീകരണം, ഡി പൊതു താൽപര്യ ഹർജി. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി പൊതു താൽപര്യ ഹർജി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് ആരാണ്? എ അവനീന്ദ്രനാഥ് ടാഗോർ, ബി അംശി നാരായണ പിള്ള, സി വള്ളത്തോൾ നാരായണ മേനോൻ, ഡി സുബ്രഹ്മണ്യ ഭാരതി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി അംശി നാരായണ പിള്ള. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം? ഓപ്ഷൻ എ നാഗ്പൂർ, ഓപ്ഷൻ ബി ബോംബെ, ഓപ്ഷൻ സി ലാഹോർ, ഓപ്ഷൻ ഡി കൊൽക്കത്ത. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ലാഹോർ. നെക്സ്റ്റ് വൺ, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലാണ്? ഓപ്ഷൻ എ നീൽ ദർപ്പൺ, ബി ഗീതാഞ്ജലി, സി ഗ്രാമീണ ചണ്ടക്കാരൻ, ഡി ആനന്ദവടം. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ആനന്ദവടം. ഓപ്ഷൻ ഡി ആനന്ദവടം. നെക്സ്റ്റ് വൺ, ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ്? ഓപ്ഷൻ എ അക്ഷാംശ രേഖകൾ, ബി രേഖാംശ രേഖകൾ, സി ഗ്രീനിച്ച് രേഖ, ഡി ഭൂമധ്യരേഖ. നമ്മുടെ ആൻസർ ബി രേഖാംശ രേഖകൾ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടുകയും 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. മലാല യൂസഫ്സായി, അരുണ അസഫ് അലി, കൈലാസ് സത്യാർത്ഥി, ഫറാബക്കർ. നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ മലാല യൂസഫ്സായി. മലാല യൂസഫ്സായി. ഓപ്ഷൻ എ ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം? ഓപ്ഷൻ എ മറാത്ത, ബി പാനിപ്പത്ത്, സി ഡൽഹി, ഡി റേച്ചൂർ. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി റേച്ചൂർ. ഡി. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ആരാണ്? എ കൃഷ്ണദേവരായർ, ബി ശിവജി, സി ഹരിഹരൻ, ഡി അലാവുദ്ദീൻ ഖിൽജി. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, ശിവജി. കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി, ഫെർട്ടിഗേഷൻ, കൃത്യത കൃഷി, ഹൈഡ്രോപോണിക്സ്. എ ഹരിത കൃഷി, ബി ഫെർട്ടിഗേഷൻ എന്നാണ്. അങ്ങനെ പോവാം. നെക്സ്റ്റ് അതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഹരിതഗൃഹ കൃഷി. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം? ഓപ്ഷൻ എ അമേരിക്ക, ബി ബ്രിട്ടൻ, സി ഇന്ത്യ, ഡി ഫ്രാൻസ്. ആൻസർ
ഓപ്ഷൻ സി ഇന്ത്യ. നെക്സ്റ്റ്, മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ സമത്വത്തിനുള്ള അവകാശം, ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സി ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഡി ഇവയല്ല. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. നെക്സ്റ്റ് വൺ, അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ, തെർമോമീറ്റർ, അനിമോമീറ്റർ, വിൻഡ് വെയിൻ. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, തെർമോമീറ്റർ. നെക്സ്റ്റ് വൺ, സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, വൈകുണ്ഠ സ്വാമികൾ. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടെടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനുമേൽ വേണ്ടി നടന്ന സമരം ഏതാണ്? എ കല്ലുമാല സമരം, ബി ചാനാർ ലഹള, സി തോൽവറക് സമരം, ഡി വില്ലുവണ്ടി സമരം. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ചാനാർ ലഹള. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസറെ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരികെ നൽകിയത് ആരാണ്? ഓപ്ഷൻ എ ലാലാ ഹർദയാൽ, ബി ഗാന്ധിജി, ഭഗത് സിംഗ്, സുഖ്ദേവ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഗാന്ധിജി. 45, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, ജവഹർലാൽ നെഹ്റു. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം. ഓപ്ഷൻ എ കുതിര, ബി കഴുത, സി ഒട്ടകം, ഡി വരയാട്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഒട്ടകം. നെക്സ്റ്റ് വൺ, മെസപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം. ഓപ്ഷൻ എ വിശുദ്ധമായ എഴുത്ത്, ബി നദികൾക്കിടയിലുള്ള പ്രദേശം, സി നദികളുടെ പ്രഭവസ്ഥാനം, ഡി വിശുദ്ധമായ ലിപി. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി നദികൾക്കിടയിലുള്ള പ്രദേശം. നദികൾക്കിടയിലുള്ള പ്രദേശം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഓപ്ഷൻ എ സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ബി നിസ്സഹകരണ പ്രസ്ഥാനം, നിസ്സഹകരണ സമരം, സി തെലങ്കാന സമരം, ഡി ക്വിറ്റ് ഇന്ത്യ സമരം. ആൻസർ ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. നെക്സ്റ്റ്, വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ബി പണ്ഡിത് രമാഭായി, സി രാജാറാം മോഹൻ റോയ്, ഡി അനി ബസന്റ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പണ്ഡിത രമാഭായി. നെക്സ്റ്റ് വൺ, ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിക്കപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻസ് എ ആമസോൺ, ബി നൈൽ, സി ഡി ഡാനൂബ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, നൈൽ നദി. ഓപ്ഷൻ ബി ആണ് നൈൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം നേതൃത്വം നൽകുകയും അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീരവനിത ആരാണ്? ഓപ്ഷൻ എ ആനി ബസന്റ്, ഓപ്ഷൻ ബി അമൃത ഷെർഗൽ, ഓപ്ഷൻ സി മാഡം ബിക്കാജി കാമ, ഓപ്ഷൻ ഡി ജ്യോതിബ ഫൂലെ. ആൻസർ ഓപ്ഷൻ സി ആണ്, മാഡം ബിക്കാജി കാമ. ഓപ്ഷൻ സി. നെക്സ്റ്റ്, പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത് ആരാണ്? ഓപ്ഷൻ എ ലിട്ടൺ പ്രഭു, ഓപ്ഷൻ ബി റിപ്പൺ പ്രഭു, ഓപ്ഷൻ സി കഴ്സൺ പ്രഭു, ഓപ്ഷൻ ഡി മെക്കാളെ പ്രഭു. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, ലിട്ടൺ പ്രഭു. നെക്സ്റ്റ് വൺ, വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? ഓപ്ഷൻ എ 21A, ഓപ്ഷൻ ബി 24A, ഓപ്ഷൻ സി 23, ഡി 21. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ 21A. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളും അനീതികളെയും വെളിച്ചത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. ഓപ്ഷൻ എ രാമകൃഷ്ണ പിള്ള, ബി വക്ക അബ്ദുൽ ഖാദർ മൗലവി, പണ്ഡിറ്റ് KP കറുപ്പൻ, പൊയ്കയിൽ അപ്പച്ചൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ് വൺ, വിദ്യ കൊണ്ട് പ്രവൃത്തരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു,
ഓപ്ഷൻ സി അയ്യങ്കാളി, ഓപ്ഷൻ ഡി വി.ടി. ഭട്ടതിരിപ്പാട്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ സേവന നികുതി, ബി വിനോദ നികുതി, സി വ്യക്തിഗത ആദായ നികുതി, ഡി പരസ്യ നികുതി. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി വ്യക്തിഗത ആദായ നികുതി, വ്യക്തിഗത ആദായ നികുതി. ഇടയ്ക്കിരുന്ന് ഉറങ്ങല്ലേ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഓപ്ഷൻ എ ഉത്തര മഹാസമുദ്രം, ബി ഉത്തരപർവ്വത മേഖല, സി ഉപദ്വീപീയ പീഠഭൂമി, ഡി തീരസമുദ്രം. ആൻസർ ഓപ്ഷൻ എ ഉത്തര മഹാസമുദ്രം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? എ തമിഴ്നാട്, ബി ജാർഖണ്ഡ്, സി പശ്ചിമ ബംഗാൾ, ഡി മഹാരാഷ്ട്ര. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ജാർഖണ്ഡ്. നെക്സ്റ്റ് വൺ, പാതിരാക്കൊക്കിന്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ പക്ഷിസങ്കേതം ഏതാണ്? ഓപ്ഷൻ എ കുമരകം, ബി തട്ടേക്കാട്, സി പക്ഷിപാതാളം, ഡി മംഗളവനം. ആൻസർ ഓപ്ഷൻ എ ആണ് കുമരകം, ഓപ്ഷൻ എ ആണ് കുമരകം. നെക്സ്റ്റ്, വറ്റി വരണ്ടു പോയ ഈ പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? താണിക്കുടം പുഴ, മയ്യഴിപ്പുഴ, ഓപ്ഷൻ ബി, സി ചന്ദ്രഗിരി പുഴ, ഡി കൊടുങ്ങരപ്പള്ളം പുഴ. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് കൊടുങ്ങരപ്പള്ളം പുഴ, അട്ടപ്പാടി. നെക്സ്റ്റ് വൺ, മനുഷ്യരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരിയക്കാർഡി എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത്? നമ്മുടെ ആൻസർ നോക്കാം. ഓപ്ഷൻസ് ശ്വാസകോശം, മസ്തിഷ്കം, വൃക്ക, ഹൃദയം അല്ലെ. ഇതിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഹൃദയം. ഹൃദയത്തിനാണ് പെരിക്കാർഡിയം അല്ലെ. ശ്വാസകോശം എന്ന് പറയുമ്പോൾ പ്ലൂറ, മസ്തിഷ്കത്തില് മെനിഞ്ചസ് അല്ലെ. നെക്സ്റ്റ് വൺ, അന്തരീക്ഷവായുവിലൂടെ പകരാത്ത രോഗം ഏതാണ്? ക്ഷയം, ഡിഫ്തീരിയ, കുഷ്ഠം, ചിക്കൻ പോക്സ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഉണ്ട്. നമ്മുടെ ആൻസർ ഇല്ല. അന്തരീക്ഷവായുവിലൂടെ പകരാത്ത രോഗം ഏതാണ് അല്ലേ? ക്ഷയം പകരുന്നവയാണ്, കുഷ്ഠം സ്പർശനത്തിലൂടെയാണ്, ഡിഫ്തീരിയ അല്ലെ ചുമയ്ക്കുമ്പോൾ പകരാം, ചിക്കൻ ബോക്സും വായിലൂടെ പകരും അല്ലെ. പകരാത്ത രോഗം ഏതാണ്? കുഷ്ഠവും പകര് മൈക്രോബാക്ടീരിയം ലെപ്ര വായുവിലൂടെ പകരുന്നുണ്ട് അല്ലേ. അത് സ്പ്രെഡിങ് ആണ്. സ്പർശിച്ചാൽ മാത്രമല്ല, കുഷ്ഠത്തിന് ഇപ്പോൾ കുഷ്ഠം വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കുന്നുണ്ട് ഗവൺമെന്റ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കി വെക്കട്ടെ, അശ്വമേധമൊക്കെ നോക്കി വെച്ചേക്കാം. അപ്പോൾ നോക്കാം. നെക്സ്റ്റ് വൺ, ഇവിടെ അത് ഡിലീറ്റ് ആണ് ക്വസ്റ്റ്യൻസ്, ഇതുകൊണ്ടാണ് കേട്ടോ. ക്ഷയം നമുക്ക് ട്യൂബർക്കുലർ ബാസിലസ് ആണ് അല്ലേ. കുഷ്ഠത്തിൻ്റെ മൈക്രോബാക്ടീരിയം ലെപ്രയാണ്. ഇത് രണ്ടും അന്തരീക്ഷത്തിലൂടെ പകരുന്നുണ്ട്. ബാക്ടീരിയ ചുമയ്ക്കും പകരും, ചിക്കൻ ബോക്സും പകരുന്നുണ്ട്. അപ്പോൾ നോക്കാം. നെക്സ്റ്റ്, ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗം? കണ, സ്കാർവി, ഗോയിറ്റർ, നിശാന്തത. ഇതിൽ നമ്മുടെ ആൻസർ എന്താണ്? ജീവകം എയുടെ അപര്യാപ്തത അല്ലേ. ഓപ്ഷൻ എ കണ, ഓപ്ഷൻ ബി സ്കാർവി, ഓപ്ഷൻ സി ഗോയിറ്റർ, ഓപ്ഷൻ ഡി നിശാന്തത. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി നിശാന്തത അല്ലേ. ജീവകം എ നിശാന്തത. കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലും അതുണ്ടായിരുന്നു. ജീവകം എ അല്ലേ. അവിടെ വിറ്റമിൻ്റെ ഡെഫിഷ്യൻസിയാണ് ചോദിച്ചത്. ഇവിടെ ജീവകം എ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. നിശാന്തത. കണ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അത്? വൈറ്റമിൻ ഡി അല്ലെ. സ്കാർവി, സി, ഗോയിറ്റർ എന്താണ്? അയൺ ഡെഫിഷ്യൻസി. നെക്സ്റ്റ് വൺ, ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞനിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഓപ്ഷൻ എ ടാർട്രസിൻ, കാർമോയിസിൻ, ഇൻഡിഗോ കാർമൈൻ, ഫോൺസി, ഫോറാൾ. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് എന്ത്? ടാർട്രസിൻ, ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതി എന്താണ്? ഓപ്ഷൻ എ വയോ അമൃതം പദ്ധതി, ഓപ്ഷൻ ബി വയോ മധുരം പദ്ധതി, ഓപ്ഷൻ സി മന്ദഹാസം പദ്ധതി, ഓപ്ഷൻ ഡി വയോമിത്രം പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി ആണ് വയോ മധുരം പദ്ധതി അല്ലേ. പ്രമേഹം മധുരം കഴിച്ചിട്ട് പ്രമേഹം വന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും അവർക്ക് വയോ മധുരം അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ്, പപ്പായയുടെ ജന്മദേശം ഏതാണ്? ഓപ്ഷൻസ് എ അമേരിക്ക, ബി ചൈന, സി ബ്രസീൽ, ഡി ജർമ്മനി. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ അമേരിക്ക. നെൽച്ചെടിയുടെ പരാഗണകാരി ഏതാണ്? ഓപ്ഷൻ എ ജലം,
ഓപ്ഷൻ ബി തേനീച്ച, ഓപ്ഷൻ സി കാറ്റ്, ഓപ്ഷൻ ഡി പൂമ്പാറ്റ്. നമ്മുടെ ആൻസർ ആരാണ്? കാറ്റ് അല്ലേ? കാറ്റ്. നെക്സ്റ്റ് വൺ. കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായതെന്നാണ്? 18 നവംബർ 29, ബി 17 നവംബർ 29, സി 18 നവംബർ 27, 18 മീൻസ് 2018, 2017 ഒക്ടോബർ 29 ഓപ്ഷൻ ഡി. ഇത് നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, 17 നവംബർ 29. നെക്സ്റ്റ് വൺ. ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കരയിനമാണ്? എ മലവ്, ബി വെണ്ട, സി മുളക്, ഡി തെങ്ങ്. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി തെങ്ങാണ്, ചന്ദ്രശങ്കര. നെക്സ്റ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻസ് തെന്മല എ ഓപ്ഷൻ, ബി ശ്രീനഗർ, സി തട്ടേക്കാട്, ഡി സിംല. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ തെന്മല. നെക്സ്റ്റ് വൺ. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏതാണ്? ഓപ്ഷൻസ് എ പ്രോട്ടോൺ, ബി ന്യൂട്രോൺ, സി ഇലക്ട്രോൺ, ഡി പോസിട്രോൺ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ പ്രോട്ടോൺ. നെക്സ്റ്റ് വൺ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ എ ഇരുമ്പ്, ബി അലൂമിനിയം, സി സിങ്ക്, ഡി കോപ്പർ. ആൻസർ ഓപ്ഷൻ സി സിങ്ക്. നെക്സ്റ്റ്. ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എ ഓപ്ഷൻ എ ഗ്രൂപ്പ് 1, ഓപ്ഷൻ ബി ഗ്രൂപ്പ് 6, ഓപ്ഷൻ സി ഗ്രൂപ്പ് 14, ഓപ്ഷൻ ഡി ഗ്രൂപ്പ് 18. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഗ്രൂപ്പ് 18. നെക്സ്റ്റ് വൺ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ഡി ക്ലോറിൻ. ആൻസർ ഓപ്ഷൻ ബി ഓക്സിജൻ. നെക്സ്റ്റ്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്ന ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ആൻസർ ഓപ്ഷൻസ് നോക്കാം. എ ഓപ്ഷൻ 7, ബി 3, സി 10, ഡി 14. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 3. നെക്സ്റ്റ്. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിനം വേണ്ടിവരുന്നു? ഓപ്ഷൻ എ 27 1/3 ദിവസം, 29 1/3 ദിവസം, 28 മുക്കാൽ ദിവസം, 28 1/3 ദിവസം. ഇതിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, 27 1/3 ദിവസം. നെക്സ്റ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏതാണ്? ഓപ്ഷൻ എ എയ്ത് വിട്ട അമ്പിന്റെ ചലനം, ജയന്റ് വീലിന്റെ ചലനം, റോക്കറ്റിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഊഞ്ഞാലിന്റെ ചലനം. നെക്സ്റ്റ് വൺ. വിവിധതരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ സവിശേഷതകളായി പരിഗണിക്കാവുന്നവ ഏവ? എ വസ്തുവിന് സമാനമായി പ്രതിബിംബം രൂപീകരിക്കുന്നു, 3 സെക്ഷൻസ് ഉണ്ട്. ബി വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്നു, സി വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം രൂപീകരിക്കുന്നു. ഇനി ഓപ്ഷൻസ്. ഓപ്ഷൻ എയിൽ എയും ബിയും, ഓപ്ഷൻ ബി എയും സിയും, സിയിൽ ബിയും സിയും, ഡിയിൽ ഇവയിലൊന്നുമല്ല. പരിഗണിക്കാവുന്ന എന്നാണ് ചോദ്യം. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഇവയിൽ ഒന്നും അല്ല. തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ചാലനം, ബി സംവഹനം, സി വികരണം, ഡി സ്വേദനം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി സംവഹനം. വേട്ടക്കാര നക്ഷത്ര ഗണത്തിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏതാണ്? വേട്ടക്കാര നക്ഷത്രഗണം. എ കാശ്യപി, ബി തിരുവോണം, സി തിരുവാതിര, ഡി കാർത്തിക. ആൻസർ ഓപ്ഷൻ സി തിരുവാതിര. രമ സ്കൂളിൽ നിന്നും 500 മീറ്റർ ദൂരം 3 മിനിറ്റ് കൊണ്ടും 800 മീറ്റർ ദൂരം 10 മിനിറ്റ് കൊണ്ടും സഞ്ചരിച്ച് വീട്ടിലെത്തി. എന്നാൽ രമ സഞ്ചരിച്ച ശരാശരി വേഗതയിലാണ്. നിങ്ങൾ കണക്ക് ചെയ്തിട്ട് ആൻസർ നോക്കുക. ഇപ്പോൾ ആൻസർ പറഞ്ഞു പോകാം.
81ൻ്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് 5/3. ചെയ്ത് നോക്കാൻ ടൈം വേണമല്ലോ. ഇത് ഓപ്ഷൻ ബി എസ് ഒരു വേറെ സെക്ഷൻ എഴുതി വെച്ചിട്ട് ചെയ്തിട്ട് പിന്നെ നോക്കണം. നെക്സ്റ്റ് വൺ 82. റൂട്ട് ഓഫ് 0.0064ൻ്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ 0.02, ഓപ്ഷൻ 0.04, 0.06, 0.08. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 83. 750നോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് ഒരു പൂർണ്ണവർഗം ആകുന്നത്? ഓപ്ഷൻ എ 31, ബി 34, സി 36, ഡി 39. നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, ഒരു പേനയ്ക്കും പെൻസിലിനും കൂടി 20 രൂപയാകുന്നു. പെൻസിലിൻ്റെ വിലയുടെ 3 മടങ്ങാണ് പേനയുടെ വിലയെങ്കിൽ പേനയുടെയും പെൻസിലിൻ്റെയും വില എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്രിയ ചെയ്യുക. 295 × 3 ഡിവൈഡ് ബൈ 145 × 2 ബ്രാക്കറ്റിൽ 3 × 7 എത്രയാണ്? അവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. 86ൻ്റെ ആൻസർ നോക്കുക. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 87 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ ക്രിയ ചെയ്യുക. 8/5, 1/7, 3/10 ക്രിയ ചെയ്ത് നോക്കുക. ആൻസർ എത്രയാണ് വരിക? ഓപ്ഷൻ ബി ആണ് വരിക. നെക്സ്റ്റ് 89 എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, -1. 90. 5 കുട്ടികളുടെ ഉയരങ്ങളുടെ ശരാശരി 150 cm ആകുന്നു. ഇതിൽ 4 കുട്ടികളുടെ ഉയരം യഥാക്രമം 140, 156, 155, 152 സെൻറ്റിമീറ്റർ ആകുന്നു എങ്കിൽ 5ാമത്തെ കുട്ടിയുടെ ഉയരം എത്രയാണ്? എൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 147 ആണ്. ഇനി 216, 72, 30 ഇവയുടെ ലസാഗ കാണുക അല്ലേ. 91ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വന്നേക്കുന്നത്. ഫൈനൽ ആൻസർ കെ ആണ് നോക്കുക. റിയയുടെയും ദിയയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 4 ആകുന്നു. ദിയയുടെ വയസ്സിൻ്റെ 3 മടങ്ങിനോട് 1 കൂട്ടിയാൽ ദിയയുടെ വയസ്സ് കിട്ടും. എന്നാൽ റിയയുടെയും ദിയയുടെയും വയസ്സ് എത്രയും ചോദിച്ചിട്ടുണ്ട് അല്ലേ. ആൻസർ നമുക്ക് ഓപ്ഷൻ എ കിട്ടണം. ഓക്കെ, പുറകിലൊരു പള്ളിയുണ്ട്, അതിൻ്റെ ബാങ്ക് വിളിക്കുന്ന സമയമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് 5x = 125 ആയാൽ എക്സിൻ എത്രയാണ്? ഓപ്ഷൻ എ 2, ബി 3, സി 4, ഡി 5. നമ്മുടെ ആൻസർ എത്ര? 93യുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, ഒരാൾ നിൽക്കുന്നിടത്തു നിന്നും തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു, അവിടെ നിന്നും പടിഞ്ഞാറോട്ട് 4 കിലോമീറ്റർ നടന്നു. എന്നാൽ യാത്ര തുടങ്ങിയ സ്ഥലത്തു നിന്നും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള കുറഞ്ഞ ദൂരം എത്ര കിലോമീറ്റർ ആണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഇതിനകത്ത് ഡിലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നോക്കാം. ഫൈനൽ ആൻസർ ഡിലീറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഓപ്ഷനിലുണ്ടായിരുന്നു. നെക്സ്റ്റ്, എക്സ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ ഡിവിഷൻ, ഡിവിഷൻ എന്നാൽ പ്ലസ് ആണ്, ഇൻറ്റു എന്നാൽ മൈനസ് ആയാൽ താഴെ കൊടുത്തിരിക്കുന്ന ക്രിയ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ 96ൻ്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ. തന്നിട്ടുള്ള ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, ഒരു സംഖ്യയുടെ 5/8 ഭാഗവും ആ സംഖ്യയുടെ 2/3 ഭാഗവും കിട്ടിയാൽ 62 കിട്ടും. എന്നാൽ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് 99ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് 100ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും ആപ്റ്റായി വരുന്നത് LP എഴുതുന്ന ആൾക്കാർക്കാണ്. ശരിക്കും അതിന് ചെയ്ത് നോക്കുക, എത്ര ആൻസർ കിട്ടിയെന്ന് നോക്കുക. നിങ്ങൾക്ക് എല്ലാ ഭാഗവും ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. കലയും സാഹിത്യ സംസ്കാരം എല്ലാ ഒളിമ്പിക് അങ്ങനെയുള്ള സ്പോർട്സ് ഒക്കെ എല്ലാ ഭാഗവും ടച്ച് ചെയ്ത് പോകുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ LPക്ക് വളരെ യൂസ്ഫുള്ളാണ്. LDCക്കും അത് നല്ലോണം എഴുതാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അറിയണം എന്നുള്ളത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണുള്ളത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി പഠിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീറ്റ് അഗെയിൻ. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക.